ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ അത്രയും നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതിനെ നമുക്ക് സ്വീറ്റെന്നോ ഹൽവാന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. ഭയങ്കര സിമ്പിളായിട്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോരുത്തർക്കും എത്രയാണോ തയ്യാറാക്കേണ്ടത് പലഹാരം അതിനനുസരിച്ച് വേണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1/2 കവർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും പറയുന്നത്. ഇനി ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക തല്ലിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ ഉരുക്കിയതാണ്. നെയ്യിൽ തയ്യാറാക്കി എടുക്കണം എന്നുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉരുക്കിയെടുത്ത ബട്ടർ ആയതുകൊണ്ടാണ് ഇതുപോലെ സ്പൂണിൻ്റെ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേറൊരു കാര്യത്തിന് വേണ്ടി ഉരുക്കിയെടുത്ത ബട്ടർ ബാലൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അതല്ല കട്ടയായിട്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ചെറിയ 2 പീസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പാൽപ്പൊടി ഇട്ട അതേ അളവിൽ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ പാല് അപ്പോഴേക്ക് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടാവും. ഗോതമ്പ് പൊടി നേരെ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ കട്ടയായി പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്പാച്ച് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യുക. സ്പാച്ച് വെച്ച് നന്നായി ഉടച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഒട്ടും തന്നെ കട്ട പിടിക്കാതെ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പാലോ വെള്ളമോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ്. ചിരകിയെടുത്ത തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിരകിയ തേങ്ങ അതേപാടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പരുവം തെറ്റിപ്പോവും. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് ഓരോരുത്തർക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിന് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കറക്റ്റ് മധുരമാണ്. ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു കൂട്ട് നല്ല ലൂസായിട്ട് വരും. ശർക്കര ഇട്ട് കൊടുക്കണമെന്നുള്ളവർക്ക് അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു കൂട്ട് ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു രീതിയിൽ വരും. നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ആ ഒരു പരുവാവും. അങ്ങനെ വരുമ്പോഴേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പാനിൽ തന്നെ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ട്രേയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പിലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലൊരു പുഡിംഗ് ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സ്പാച്ച് വെച്ചിട്ടൊന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഒരു 30 മിനിറ്റ് സമയം കഴിയുമ്പോഴേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കത്തി വെച്ച് കട്ട് ചെയ്യാനൊന്നുള്ളതില്ല. ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതല്ല സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പാകത്തിന് അത്രയും സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഷേപ്പ് ആക്കിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കിഡിലൻ ഹൽവ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എത്ര കഴിച്ചാലും കൊതി തീരാത്ത അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.